നഗരസഭാ കൌൺസിൽ തീരുമാനം കോടതിയിൽ അട്ടിമറിക്കപ്പെട്ടതായി UDF അംഗങ്ങൾ. ഇടതുപക്ഷ ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് പടക്ക വിൽപ്പനശാല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അടിയന്തരമായി ഈ വിഷയത്തിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും UDF അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരസഭാ കൌൺസിൽ തെക്കൻ ട്രേഡേഴ്സ് എന്ന പടക്ക വിൽപ്പനശാലയുടെ പ്രവർത്തനാനുമതി നിഷേധിച്ചുകൊണ്ടെടുത്ത തീരുമാനം കോടതിയിൽ അട്ടിമറിക്കപ്പെട്ടു എന്നാരോപിച്ചാണ് UDF പത്രസമ്മേളനം നടത്തിയത്. തെക്കൻ ട്രേഡേഴ്സും മുനിസിപ്പാലിറ്റിയുമായി നടക്കുന്ന കേസ് 2024 കോടതിയിൽ വന്നപ്പോൾ സ്ഥാപന ഉടമയുടെ വക്കീൽ 2021 മുതൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല എന്ന് കോടതിയെ അറിയിച്ചു. എന്നിട്ടും നഗരസഭയുടെ സെക്രട്ടറി സ്ഥാപനത്തിനെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകി. സ്റ്റോപ്പ് മെമ്മോയ്ക്കെതിരെ സ്ഥാപന ഉടമ വീണ്ടും കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് UDF പ്രസ് മീറ്റ് ചേർന്നത്. പിറവം നഗരസഭയിലെ 7-8 വാർഡുകളുടെ വാർഡ് സഭായോഗം ഈ സ്ഥാപനത്തിന് പ്രവർത്തനാനുമതി നൽകരുതെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയും തുടർന്ന് 7ാം വാർഡ് കൌൺസിലർ രാജു പാണാലിക്കൽ ഈ വിഷയം പ്രമേയത്തിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കൌൺസിൽ ഐക്യകണ്ഠേന സ്ഥാപനത്തിന് പ്രവർത്തനാനുമതി നൽകരുതെന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു. അടിയന്തരമായി ഈ വിഷയത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകുമെന്നും UDF അറിയിച്ചു. പത്രസമ്മേളനത്തിൽ നേതാക്കളായ തോമസ് മല്ലിപ്പുറം, രാജു പാണാലിക്കൽ, അരുൺ കല്ലറയ്ക്കൽ, ഷാജു ഇലഞ്ഞിമറ്റം, തോമസ് തേക്കുംമൂട്ടിൽ, കൌൺസിലർമാരായ പ്രശാന്ത് മമ്പുറം, ബബിത ശ്രീജി തുടങ്ങിയവർ പങ്കെടുത്തു. ടൗണിന്റെ ഹൃദയഭാഗത്ത് ഒരു പടക്കക്കട ലൈസൻസ് ഇല്ലാതെ 4 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് കഴിഞ്ഞ 3-4 വർഷമായി ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് ആ പടക്കക്കടയുടെ ഉടമ കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. ഈ ഉടമയുടെ വക്കീല് പ്രവർത്തിക്കുന്നില്ല എന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ ആ പടക്കക്കട പ്രവർത്തിക്കുന്നില്ല, അതിനെ പിന്താങ്ങിക്കൊണ്ടാണ് മുനിസിപ്പാലിറ്റി നിയമിച്ചിരിക്കുന്ന ഒരു വക്കീല്, നമുക്കറിയാം അരുൺകുമാർ എന്ന് പറയുന്ന വക്കീലാണ്. അദ്ദേഹം CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹവും ഈ പടക്കക്കടയുടെ വക്കീലിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ ആ കൂട്ടുപിടിച്ച് അദ്ദേഹത്തോട് യോജിച്ചുള്ള സ്റ്റേറ്റ്മെന്റാണ്. കഴിഞ്ഞ 4 വർഷമായി ഈ സ്ഥാപനം തെക്കൻ ട്രേഡേഴ്സ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല എന്ന് ഈ ട്രേഡേഴ്സിന്റെ ഉടമ കോടതിയിൽ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വക്കീൽ കോടതിയിൽ പറഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റി പൈസ കൊടുത്ത് നിയമിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് കൂടെ ചേർന്നുകൊണ്ട് ഈ പിറവക്കാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് കഴിഞ്ഞ 4 വർഷമായി പിറവത്ത് ഈ പടക്കക്കട പ്രവർത്തിക്കുന്നില്ല എന്ന് മുനിസിപ്പാലിറ്റി പൈസ കൊടുത്ത് നിയമിച്ചിരിക്കുന്ന വക്കീലും ഈ പടക്കോടമയുടെ വക്കീലും സംയുക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തില് ഈ പിറവത്തെ ജനങ്ങളുള്ള വലിയ വെല്ലുവിളിയാണ്. ഇപ്പൊ പ്രവർത്തിക്കാത്ത സ്ഥാപനത്തിന് പിന്നെ സ്റ്റോപ്പ് കൊണ്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 4 വർഷമായി ഈ പടക്കക്കട പ്രവർത്തിക്കുന്നില്ല എന്ന് 2 അഡ്വക്കേറ്റുകൾ ഒന്നിച്ചു പറയുകയും ആ സ്ഥാപനം പ്രവർത്തിക്കാത്ത സ്ഥാപനം നിർത്തണമെന്ന് പറഞ്ഞു മുനിസിപ്പൽ സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഈ സെക്രട്ടറി നൽകിയ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് എതിരായി തെക്കൻ ട്രേഡേഴ്സിന്റെ ഉടമ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ മുനിസിപ്പാലിറ്റിയുടെ വക്കീല് 2021 മുതൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല എന്ന മുൻവിധി ആ കോടതിക്ക് മുൻപാകെ പറയുവാനോ കൗൺസിൽ തീരുമാനം ഇത്തരത്തിൽ അല്ലെങ്കിൽ 2 വാർഡ് സഭകളുടെ തീരുമാനം എങ്ങനെ നിലനിൽക്കുന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയും തികച്ചും ഇവിടെ മുനിസിപ്പൽ ഭരണസമിതി ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇത് ഇരട്ടത്താപ്പാണ്. അത് പിറവത്തെ ജനതയോടുള്ള വെല്ലുവിളിയാണ്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.